ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ആ ഒരു സത്യം നമ്മുടെ ആദർശം നയനയും ഒക്കെ അറിയാൻ പോവുകയാണ്. അതായത് ദേവയാനിയുടെ ആ ഒരു രോഗാവസ്ഥ എത്രത്തോളം മൂർച്ഛിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ആ ഒരു സത്യം. അതിനോടൊപ്പം തന്നെ നമ്മുടെ നയന ചെയ്യുന്ന ആ ഒരു കാര്യം, നയന തന്നെയാണ് ദേവയാനിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ. അപ്പൊ അതിലേക്ക് തന്നെ കടക്കാല്ലേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജയനോട് ജലജയും ജാനകിയും കൂടെ ഓരോ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജലജ പറയുന്നത് ഇത് അവള് കാരണം തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്, അവള് വീട്ടിൽ കാലെടുത്ത് കുത്തിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജയൻ പറയുന്നുണ്ട്, എന്റെ പൊന്നു ജലജ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? നീ എന്തിനാ ഈ ഒരു അസുഖം പിടിച്ചു കിടക്കുന്ന ഈ ഒരു സമയത്തും നീ ഓരോന്ന് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി കുറെ കുറ്റം പറയുകയാണ് നയനയുടെ. എനിക്ക് അവളെ നേരത്തെ ഇഷ്ടമൊക്കെ ആയിരുന്നു, പക്ഷെ അവൾ ഇപ്പൊ ഇഷ്ടമല്ലാതായത് കാരണം എന്താണെന്ന് അറിയാലോ. അവളുടെ മനസ്സിലിരിപ്പ് ഞാൻ അറിഞ്ഞു, അതുപോലെ പതുക്കെ നിങ്ങളൊക്കെ അറിഞ്ഞോളൂന്ന്. അപ്പൊ ദേ നയനയും ആദർശം കടന്നു വന്നു. അപ്പോഴത്തേക്കും തന്നെ ജലജ, അയ്യോ വന്നല്ലോ രണ്ടുപേരും കൂടെ, പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് എത്തി, അവക്ക് ഉടനെ ആയുസൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം നമ്മുടെ ജയൻ പറഞ്ഞു, ഒന്ന് ജലജ നീ മിണ്ടാതിരിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ ആദർശ് പെട്ടെന്ന് കയറി വന്നിട്ട് ആദർശ് ചോദിച്ചു, അച്ഛ എന്താ അച്ഛ പറ്റിയത്, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ മോനെ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പൊ അതിനിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നു, ഭയങ്കര വേദനയായിരുന്നു, ശരീര അസ്വസ്ഥതയൊക്കെ ആയിരുന്നെന്നാ ഇവര് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ജാനകി പറഞ്ഞു, അതേ മോനെ, ഇന്നലെ ഏടത്തിയുടെ രോഗാവസ്ഥ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാനായില്ല, അതുപോലെ ഏടത്തി കിടന്ന് കാണിച്ചെന്ന് പറഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, അതെ മരണവെപ്രാളമായിരുന്നെന്ന്. ഈ മരണവെപ്രാളം എന്ന വാക്ക് കേട്ടപ്പോഴത്തേക്ക് ദേഷ്യം വന്നു കേട്ടോ. ദേഷ്യം വന്നിട്ട് ആദർശ് പറഞ്ഞു, എന്ത് വർത്താനാ അപ്പച്ചി പറയുന്നത്, മരണവെപ്രാളോ അങ്ങനെയൊന്നും പറയരുത്, ഒരാൾ ഇങ്ങനെ അസുഖമായിട്ട് കിടക്കുമ്പോഴാണോ ഇതൊക്കെ പറയുന്നത്, അപ്പച്ചിക്ക് ലേശം ഉളുപ്പില്ലേ വെളിവില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ ഒരു സത്യമായ കാര്യമില്ല പറഞ്ഞത്, ഞാനല്ലേ നേരിട്ട് കണ്ടത്, എനിക്കല്ലേ അറിയത്തുള്ളൂ. നീ നിന്റെ ഭാര്യ പറയുന്ന ഓരോന്ന് കേട്ട് ഏടത്തിയോടുള്ള സകല സ്നേഹവും എല്ലാം നിനക്ക് പോയിട്ടിരിക്കുന്നോണ്ടേ ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞപ്പം, അതെ അപ്പച്ചി കാര്യം അറിയാതെ ഒന്നും ഇവിടെ സംസാരിക്കണ്ട, ഞാനൊരു കാര്യം പറയട്ടെ, എന്ത് ചെയ്തെന്നാ പറയുന്നത് അപ്പച്ചി. അതുപോലെ തന്നെ ചെറിയമ്മയും കൂടി ഇവിടെ നിന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്, എന്റെ നയനി ഇവിടെ നിന്നപ്പോ ഇതൊന്നും സംഭവിച്ചില്ലല്ലോ, ഓഹോ ഇനിയിപ്പോ ഈ കുറ്റങ്ങളെല്ലാം നീ എന്റെ തലയിൽ കൊണ്ടിടാൻ നോക്കുകയാണോ ആദർശ എന്ന് ചോദിച്ചിട്ട് ജാനകി. അപ്പൊ ജാനകിയോട് പറഞ്ഞു, കുറ്റങ്ങൾ കൊണ്ടിടാൻ വേണ്ടി ഞാൻ ആരുടെ തലയിലും കുറ്റങ്ങൾ കൊണ്ടുവിടാൻ നോക്കുന്നില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കിട്ടിയ അവസരം പാഴാക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ നിങ്ങൾ പുറത്താക്കാൻ നോക്കുന്നു, അതൊന്നും എനിക്കിപ്പോ സംസാരിക്കാൻ സമയമില്ല. അച്ഛാ ഡോക്ടർ എന്താ പറഞ്ഞത്, നമുക്ക് ഡോക്ടറിനെ ഒന്ന് കാണാന്ന് പറഞ്ഞപ്പം, ഡോക്ടറിനെ കാണാം, അതിനു മുമ്പായിട്ട് നീ വേണമെങ്കിൽ പോയി കണ്ടോ, നിന്റെ അമ്മേനെ പോയി കാണാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അമ്മേനെ എനിക്ക് നയനെ നമുക്ക് പോയി കാണാൻ. ഇപ്പൊ നയന് പറഞ്ഞു, ഞാൻ കയറി വരുന്നില്ല ആദർശേട്ടാ, ഞാൻ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാകും, അറിയാലോ എന്നെ കാണുന്നത് അമ്മയ്ക്ക് ചതുർത്ഥിയാ, ഇപ്പൊ ഒന്നാമത് ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ എന്നെ കണ്ട് വെറുതെ പ്രഷർ കൂട്ടണ്ട, ആദർശേട്ടൻ കയറി കാണാൻ പറഞ്ഞു. അങ്ങനെ നേരെ ആദർശ് പോവുകയാണ് നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക്. അപ്പൊ ദേവയാനിക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ മാത്രമാണ് കുറച്ച് കുറവൊക്കെ ഉള്ളത്, വേദനയൊക്കെ കുറവുള്ളത്. അങ്ങനെ അകത്ത് കയറി ആദർശിനെ കണ്ടതും ദേവയാനി പറഞ്ഞു, ഓഹോ വന്നോ മോനെ എന്നിങ്ങനെ ചോദിച്ചപ്പോ, അതേ അമ്മേ ഞാൻ വന്നു, അമ്മയ്ക്ക് എന്താ പറ്റിയത്, അമ്മയ്ക്ക് വേദന ലേശം പോലും കുറവില്ലേ? മനസ്സിലെ വേദനയാ, അതാ എനിക്ക് കുറവില്ലാത്തത്, ബാക്കി എല്ലാ വേദനയും ഞാൻ കടിച്ചമർത്തുന്ന കൂട്ടത്തിലാ, പക്ഷെ ഇന്നലെ എന്തോ എന്റെ കൈവിട്ടു പോയി, ഒരു വല്ലാത്ത വേദന കയറി വന്നിട്ട് ഞാൻ മരിക്കാൻ പോകുകയാണോ ജീവിക്കാൻ പോകുകയാണോ എന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥ. എങ്കിലും ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനല്ലേ ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത്, എൻ്റെ മോനുള്ളത് കൊണ്ട് തന്നെയാ, എൻ്റെ മോനെ സ്നേഹിച്ച, എൻ്റെ കുടുംബത്തെ സ്നേഹിച്ച ആ കുടുംബം എന്നെ തള്ളി പറയുമ്പോൾ എന്തിന് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കണം? അതിന്റെ കാര്യമുണ്ടോ? ഈ ഹോസ്പിറ്റലിൽ നിന്ന് ആ വീട്ടിലേക്ക് ജീവനോടെ വരരുതേ എന്നാ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത്. മോനും അങ്ങനെ പ്രാർത്ഥിച്ചോ? അങ്ങനെയാണെങ്കിലേ മോന്റെ ഭാര്യ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞപ്പോ, അമ്മ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്, അമ്മയൊന്ന് സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടോ? ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തയൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടാ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖമൊക്കെ വരുന്നത്. ആവശ്യമില്ലാത്ത ചിന്ത എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരാണെന്ന് മോനെ അറിയാലോ. നീ അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടക്കുന്നതെന്ന് എനിക്കറിയാം. ആ വീട്ടില് അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്ന ഒരാളേ ഉള്ളൂ, അത് നയനയാ. അങ്ങനെ ആ പാലിനകത്ത് വിഷം വരണമെങ്കിൽ, അതും പ്രത്യേകിച്ച് അവളുടെ ചേച്ചിക്ക് കൊടുക്കാൻ എടുത്തു വെച്ച പാലിനകത്ത് വിഷം വരണമെങ്കിൽ അത് എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാ. അവള് ജീവിക്കട്ടെ, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും, നിനക്കതാ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ജീവിക്കുക, പക്ഷെ ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അതിന് ഞാൻ സമ്മതിക്കില്ല.
അതാ ഞാൻ പറഞ്ഞത്, ഞാൻ മരിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ബാധ്യത അങ്ങ് ഒഴിയൂല്ലോ എന്ന് പറഞ്ഞപ്പോ അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കാതെ അമ്മേ. ദേ ഏത് അങ്ങേയറ്റം വരെ പോയാലും, ഏത് അങ്ങേയറ്റം വരെ പോയാലും, ലോകത്തിന്റെ ഏത് കോണി പോയാലും ഞാൻ അമ്മയെ തിരിച്ചു കൊണ്ടുവരും, ഞാൻ അമ്മേനെ രക്ഷിക്കും. അമ്മ സമാധാനമായിട്ട് ഇരിക്കുക, ഞാനൊന്ന് ഡോക്ടറിനെ പോയി കണ്ടിട്ട് വരിക എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടോ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം ജലജയും നമ്മുടെ ദേവയാനിയല്ല ജാനകിയും കൂടെ വീട്ടിൽ പോകും. അപ്പൊ ഇതിനിടയിൽ ജലജയും ജാനകിയും കൂടെ നമ്മുടെ നയനയെ പൊരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയോട് പറയാ, നീ കാരണമല്ലടി ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്, നീ എന്താടി വിചാരിച്ചത്? ഇന്നലെ രാത്രി നിനക്ക് അവന്റെ കൂടെ കിടന്നുറങ്ങാന്നാണോ നീ വിചാരിച്ചത്? എടി നിനക്ക് ശകലമെങ്കിലും നാണമുണ്ട്, നീ അങ്ങനെ ചെയ്യുമായിരുന്നോടി. ഇപ്പൊ ഏടത്തിരി ഒരവസ്ഥയ്ക്ക് കാരണം നീ തന്നെ ആടിയെന്ന് പറഞ്ഞു ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെയാണ് പോയത് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് കുറെ കാര്യങ്ങളൊക്കെ തിരിച്ച് കുറെ മറുപടിയൊക്കെ നമ്മുടെ നയന കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നയനയും അങ്ങോട്ട് തളർന്നു നിൽക്കുകയാണ്. കാരണം ഈ ഒരു അവസ്ഥയില് നയനയ്ക്ക് തിരിച്ച് മറുപടി കൊടുക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല. ഏതായാലും ഡോക്ടറെ കയറി കാണുകയാണ് ജയനും നമ്മുടെ നയനയും ഒക്കെ കൂടി, ആദർശം ഒക്കെ കൂടി ഡോക്ടറിനെ കയറി കാണുന്നു. അപ്പം ഡോക്ടർ വിളിച്ചു, ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ആദർശ് പറഞ്ഞു, ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് അമ്മേനെ, ഞങ്ങളുടെ പഴയ അമ്മേനെ ജീവനോടെ, ആ ചുറുചുറുക്കുള്ള അമ്മയെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടണം, അതാ വേണ്ടത്. ഇപ്പൊ ഇതിന് മാത്രം എന്താ സംഭവിച്ചത്? അസുഖമൊക്കെ ഭേദമായിട്ട് വന്നതല്ലേ എന്ന് പറഞ്ഞപ്പം, അതെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദർശിനോട്, അസുഖമൊക്കെ ഭേദമാകുന്നുണ്ട്, പക്ഷേ ശരീരത്തിൽ ആ വിഷം വ്യാപിച്ചത് കൊണ്ട് തന്നെ ഇത് മറ്റ് അവയവങ്ങളിലൊക്കെ കയറി പകരുമോ എന്നൊക്കെ ഞങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് സംശയം മാത്രമല്ല, അതിപ്പോ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ വരികയും മെയിൻ ഡോക്ടർ വരികയും ചെക്കപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പരിശോധനയ്ക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു -പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ചു പോയിട്ട് ആദർശ് ചോദിച്ചു, എന്താ ഡോക്ടർ ആ -പോയിന്റ്, എന്താ ഡോക്ടർ പറഞ്ഞു വരുന്നത്? അപ്പൊ അമ്മയുടെ അസുഖം, തന്റെ അമ്മയുടെ അസുഖം കുറച്ച് പ്രശ്നം തന്നെയാണോ? വേറെ ഒന്നുമല്ല, അതിപ്പം പ്രധാനമായിട്ടും ഒരു അവയവത്തിൽ കയറി ആ വിഷം പിടിച്ചിരിക്കുകയാണ്. ആ വിഷം ആ അവയവത്തിൽ പൂർണ്ണമായിട്ടും ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒരു അവയവവുമല്ല, ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ കരൾ ആവശ്യമാണ്. ആ കരളിനെ തന്നെയാണ് ആ വിഷം കാർന്ന് തിന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരമേ എനിക്കിപ്പോ കാണാനുള്ളൂ, കരള് മാറ്റിവെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ദേവയാനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന്. ഇത് കേട്ടത് ഞെട്ടിപ്പോയിട്ടോ. നമ്മുടെ നയനയും അടുത്തിരിപ്പുണ്ട്. നയനയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി, ഞെട്ടി തകർന്നു പോയി നയനയും. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, ഡോക്ടർ എന്താ ഈ പറയുന്നത്? ഞാൻ സത്യം പറയുന്നത്, യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ആ ഒരു അവസ്ഥയിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത് ദേവയാനിയുടെ വേദന എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എക്സ്ട്രീം ലെവൽ വേദനയാണ് വരുന്നത്. ആ ഒരു വേദന കടിച്ചമർത്തി പിടിക്കുന്ന ഒരു ആ സ്ത്രീയെ, അതുകൊണ്ട് ഇതൊക്കെ ചിലപ്പോൾ ആ സ്ത്രീക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരും, പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്താണെങ്കിലും ഇതിന് പരിഹാരമായിട്ട് ഒരു കരള് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ അത്രയ്ക്ക് നിസ്സാര കാര്യമല്ല. ഇതുപോലെ നമ്മുടെ ഈ ഒരു കേരളത്തിൽ അപൂർവം മാത്രമല്ലേ നടന്നിട്ടുള്ളൂ. ഒരു 3, 4, 2 ഒക്കെ ഇങ്ങനെ സക്സസ് ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരു ആളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാല് അത് നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതും ആരോഗ്യമുള്ള ഒരാളെ, അതിന് വില്ലിങ് ആയ ഒരാളെ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ കരളിന്റെ ശസ്ത്രക്രിയ പൂർണ്ണമായിട്ട് വിജയിക്കുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ ആദർശിന്റെ കിളിയും പാറിയും എല്ലാം പോയിട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ നയന വെളിയിലേക്ക് ഇറങ്ങി. ഇവരെല്ലാവരും വെളിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ നിന്ന് കരയുകയാണ്. അപ്പൊ ആദർശിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നയന പറഞ്ഞു, ആദർശേട്ടൻ കരയാതിരിക്കുക, ആദർശേട്ടനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ ഞാൻ ആദർശേട്ടനോട് പറയാൻ പോവാ. അത് ആദർശേട്ടൻ എങ്ങനെ കേൾക്കുന്നൊന്നും അറിയില്ല. ഡോക്ടർ പറഞ്ഞത് 1-2 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കണമെന്നും കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തണമെന്നൊക്കെയല്ലേ പറഞ്ഞത്. ഞാന് എന്റെ അമ്മായിയമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തു. ഇനിയിപ്പം കരളും കൂടെ കൊടുക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാന് എന്റെ കരള് പകുത്തു നൽകാൻ തയ്യാറാ എന്ന് ഇത് കേട്ടതും പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ. പെട്ടെന്ന് ആദർശ്, എന്താ നയനെ നീ പറയുന്നത്? നീ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം നീ നീ ഇങ്ങനെയൊക്കെ പറയാതെന്ന് പറഞ്ഞപ്പം, ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. വ്യക്തമായിട്ട് ആദർശേട്ടൻ കേൾക്കണം. ആദർശേട്ടൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. ആദർശേട്ടന്റെ അമ്മയ്ക്ക് പുറത്തുനിന്ന് ഒരു കരള് കിട്ടുന്നതിനേക്കാൾ നല്ലത് ഞാൻ എന്റെ കരള് പകുത്തു നൽകുന്നതല്ലേ. അതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ കരള് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവൻ നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ലല്ലോ. എനിക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് എത്രത്തോളം അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്ലീസ് ആദർശേട്ടാ, എനിക്ക് സമ്മതമാണ്. ഞാൻ അമ്മയ്ക്ക് കരള് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് നയനയെ കെട്ടിപ്പിടിച്ചിട്ട്, നിന്റെ ഈ നല്ല മനസ്സ് കാണാനുള്ള ആ ഒരു എന്റെ അമ്മയ്ക്ക് ഇല്ലാതായി പോയല്ലോ നയന. ഇത്രയ്ക്കും നല്ലൊരു മനസ്സ്, നീ ഇത്രയ്ക്കും
എൻ്റെ അമ്മയെ സ്നേഹിക്കുമ്പോൾ അതൊന്നും കാണാതെ എൻ്റെ അമ്മ കണ്ണടച്ച്, എൻ്റെ അമ്മ കണ്ണിന് കാഴ്ചയില്ലാത്ത പോലെയാണല്ലോ നടക്കുന്നത്. ഇതിനിയിപ്പം ഞാൻ എന്താ ഞാൻ ചെയ്യുക? ഞാൻ സത്യം പറഞ്ഞാൽ നിന്റെ മുമ്പിൽ തോറ്റുപോയൊരവസ്ഥയായി പോയി നയന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ ആദർശേട്ടൻ അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ അമ്മയാണ്, നമ്മുടെ അമ്മേനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. നമുക്ക് നമ്മുടെ അമ്മയെ തിരിച്ചു വേണ്ടേ? ആദർശേട്ടന്റെ പഴയ അമ്മയെ തിരിച്ചു വേണ്ടേ? ആദർശേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മേനെ തിരിച്ചു വേണ്ടേ? അത് വേണം. നമ്മുടെ വീടിന്റെ നെടുന്തൂണ് തന്നെയാണ് ഈ പറയുന്ന എൻ്റെ അമ്മ എന്ന് പറയുന്നത്. എൻ്റെ അമ്മയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, ഒരിക്കലും അമ്മായിയമ്മയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ വേറൊന്നും വിചാരിക്കേണ്ട, ഞാൻ വില്ലിങ് ആണെന്ന് ഡോക്ടറോട് പോയി പറയാന്ന് പറയാ. അങ്ങനെ ഇവരകത്ത് കയറി ചെന്ന് ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പം ഡോക്ടർ അതിനു മുമ്പ് പറയുന്നുണ്ട്, ഇപ്പം ഒരാളുടെ ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത്ര മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, ഇത്ര മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ കരള് മാറ്റി വെക്കണം. പിന്നെ ജീവനുള്ള ഒരാളിൽ നിന്നും കരള് നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ കരള് വളരുന്നൊരു അവയവമാണ് കരള്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവനുള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ അപ്പൊ ഡോക്ടർ വിട്ടത്. അപ്പം ഡോക്ടർ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു, ഡോക്ടറെ ഞാൻ വില്ലിങ്, ഡോക്ടറെ എനിക്ക് എൻ്റെ അമ്മായിയമ്മയ്ക്ക് കരള് കൊടുക്കാൻ സമ്മതമാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ളപ്പം പുറത്തുനിന്ന് ഒരാളെ തപ്പി കണ്ടുപിടിക്കുന്നതിനും എളുപ്പം എത്രയും പെട്ടെന്നെങ്കിൽ അത്രയും വേഗം എൻ്റെ അമ്മായിയമ്മേനെ രക്ഷിച്ചെടുക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർക്ക് തന്നെ അതിശയമാട്ടോ. ഡോക്ടർ പറഞ്ഞു, എന്താ കുട്ടി നീ പറയുന്നത്? കരള് പകുത്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമൊന്നുമില്ല. ഈ ബ്ലഡ് കൊടുക്കുന്ന പോലെ നിസ്സാര കാര്യമൊന്നുമില്ല. ബ്ലഡ് നമുക്ക് എപ്പോഴും കൊടുക്കാം, അതെന്തും ചെയ്യാം. പക്ഷെ ഈ കരള് പകുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന രോഗിയെ പോലെ തന്നെയായിരിക്കും പിന്നെ ഈ ഒരു കരള് കൊടുക്കുന്ന ആളോ, അതും പേഷ്യന്റ് തന്നെയായിട്ട് മാറുകയാണ്. ആ ഒരു സമയത്ത് മോൾ ഇതുവല്ലോ നയന ഇതുവരെ ചിന്തിച്ചിട്ടാണോ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ 100 തവണ ചിന്തിച്ചിട്ട് തന്നെയാണ് ഡോക്ടർ ചെയ്യുന്നത്. ഞാൻ ഒരു രോഗിയായിട്ട് കുറച്ച് ദിവസം മാറിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാ. എൻ്റെ അമ്മായിയമ്മ എന്ന് മാത്രമല്ല, ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് അത് ദൈവം നമുക്കൊരു അവസരം ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ എന്തിനത് മാറ്റി നിർത്തുന്നത്? ചിലപ്പോൾ ദൈവമായിട്ടായിരിക്കും എൻ്റെ അമ്മയുടെ ജീവിതം ഞാൻ രക്ഷിക്കണം എന്നിങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. അത് ദൈവത്തിന്റെ വിധിയായിരിക്കും. അത് തെറ്റിക്കേണ്ട കാര്യമുണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആദർശം പറയാണ്, നയനയ്ക്ക് അത് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാണെന്ന് തന്നെ പറയാ. ഏതായാലും ജയൻ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ജയനും വല്ലാത്തൊരു നമ്മുടെ നയനയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ എല്ലാവരും. കാരണം നമ്മുടെ ജയന്റെയും അതുപോലെ തന്നെ അനന്തപുരി തറവാട്ടിന്റെ നെടുന്തൂണ് തന്നെയാണ് എല്ലാവരും പറയുന്നല്ലോ ദേവയാനി നല്ലൊരു സ്ത്രീ തന്നെയാണ്. പക്ഷെ ദേവയാനിക്ക് നയനയെ ഇഷ്ടമല്ലെന്ന് മാത്രമേ ഉള്ളൂ. നയനയെ കണ്ണിന് കണ്ടുകൂടാ, അത് വേറെ കാര്യം. പക്ഷെ വേറൊരു പ്രശ്നവും നമ്മുടെ ദേവയാനിൽ കാണാനില്ല. ഏതായാലും നമ്മുടെ അനാമിക ഈ വിവരമൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകാന്ന് അറിയുമോ? അനാമിക ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല, ബ്ലഡ് കൊടുക്കുന്നില്ല, പിന്നെയാണോ കരള് കൊടുക്കുന്നത്. അപ്പൊ ഏതായാലും അനാമിക ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞു, വേറൊരാൾ കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മുടെ നയന കരള് കൊടുക്കുന്നു എന്ന് ആരും അറിയുന്നില്ല. ജയനും ദേവയാനി അല്ലല്ലോ, ആദർശം അല്ലാതെ വേറൊരാളും ഈ കരള് കൊടുക്കുന്ന കാര്യം അറിയുന്നില്ല. അത് പറയരുത് എന്ന് തന്നെയാണ് നയന പറയുന്നത്. അപ്പൊ ഏതായാലും ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു വിശേഷം വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ നവ്യനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നവ്യ ആണെങ്കിൽ അഭിയോട് പറയുന്നുണ്ട്, നീ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞൊക്കെ ഞാൻ കേട്ടായിരുന്നു. നീ തന്നെയാ നിന്റെ അമ്മായിയുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ കാരണം. എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ പിടികിട്ടി. നിനക്ക് വേറെ ഒന്നും അറിയണ്ട. നിന്റെ മനസ്സിന് കുറച്ച് സന്തോഷം കിട്ടുന്ന കാര്യം മാത്രം നിനക്ക് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അതുപോലെ നവ്യ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ ഒരിക്കലും ഞാൻ ഇവിടുന്ന് വെളിയിൽ ചാടുമെന്ന് നീ ഓർക്കണ്ട അബി. നീ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ ചാടാതെ നീ സൂക്ഷിച്ചോ. കാരണം ഈ വീട്ടിൽ എന്ത് അവകാശം നിനക്കുള്ളത്? എനിക്ക് ഈ വീട്ടില് ഒരു അവകാശമുണ്ട്. അത് ഈ വീട്ടിലെ മരുമകൾ എന്നുള്ളൊരു അവകാശം. അത് നിന്റെ ആയിക്കോട്ടെ, നിന്റെ ഭാര്യ ആയിക്കോട്ടെ, എങ്കിലും അതെല്ലാവരും എനിക്ക് തന്നൊരു അവകാശമാണ്. പക്ഷെ നിനക്ക് ഈ വീട്ടില് എന്ത് അവകാശമുള്ളത്? നിനക്ക് ഒരവകാശവും ഇല്ലാത്ത നീ ഇവിടെ പട്ടിയെ പോലെ കിടന്ന് കുറച്ചാല് അത് ആരും കേൾക്കാൻ പോകുന്നില്ല. പിന്നെ നിന്റെ അമ്മയും അതുപോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം കുറിച്ചു വെച്ചോ. നീ ഒരു 100 തവണ എന്നെ ഇവിടുന്ന് പറഞ്ഞു മാറ്റാൻ ശ്രമിച്ചാലും, എന്റെ കുഞ്ഞിനെ നീ ഇല്ലാതാക്കാൻ നോക്കിയാലും, ആ കുഞ്ഞ് ഈ ഭൂമി കാണേണ്ടതാണെങ്കിൽ ആ കുഞ്ഞ് ഈ ഭൂമി കണ്ടിരിക്കും. നീ നോക്കിക്കോളാൻ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.